ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം പ്രാവിനെ പറത്താൻ പോവാണ്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പ്രാവുകൾക്ക് നീര് വെച്ചിട്ടുണ്ടാവും, എന്താ അറിയില്ല. നമ്മൾ വെയിലത്തൊന്നും ഇട്ടില്ല പ്രാവിനെ. അപ്പോൾ നമുക്ക് ഇന്ന് 2 എണ്ണത്തിനെ വിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് പ്രാവ്. ഇപ്പം മേത്തൊക്കെ നല്ല ചളിയുണ്ട്. അപ്പോൾ എന്തായാലും കുളിപ്പിക്കണം. ഇപ്പം നല്ല വെയിലുണ്ട്, പിന്നെ ആരോഗ്യം കുറഞ്ഞ് വരുന്നുണ്ട്. നല്ല ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതിനാണ് നമ്മൾ പറത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഈ പ്രാവിനാണ് നമ്മൾ അടുത്തതായി പറപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല് വരുന്നുള്ളൂ, ഫുള്ളും തൊഴിഞ്ഞുണ്ടായിരുന്നു. കൊല്ലത്തിൽ 2 പ്രാവശ്യം തൊയ്യുമെന്നാണ് പറയുന്നത്, അറിയില്ല. എന്തായാലും ഫുള്ളും തൊഴിഞ്ഞുണ്ട്. അപ്പോൾ ഇത് 8ാമത്തെ കള്ളിയാണ് പ്രാവ്. അപ്പം ബ്രീഡിങ്ങിനായിട്ട് സെറ്റാവുന്നുണ്ട്. 2 കള്ളിയും കൂടി ആയിട്ട് ബ്രീഡിങ്ങിന് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, പറപ്പിക്കാൻ വെച്ച പ്രാവിനെ വെള്ളം കൊടുക്കുക. ഊതി കൊടുക്കുന്നവരാണെങ്കിൽ ഊതി കൊടുത്തോ. ഞാൻ ഊതി കൊടുക്കലില്ല. ഊതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എനിക്കറിയില്ല. അപ്പം ഞാൻ സിറിഞ്ചിലാണ് കൊടുക്കൽ. അപ്പം അതിന് കെയർഫുള്ളായിട്ട് തന്നെ വെള്ളം അടിച്ചു കൊടുക്കുക സിറിഞ്ചിൽ. അപ്പോൾ 2 എണ്ണത്തിന് വെള്ളം കൊടുക്കുക. അപ്പോൾ ഗൈസ്, 2 പ്രാവിനെയും നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നിൽക്കട്ടെ ഇവിടെ വായ്ക്കൂട്ടിൽ. അപ്പോൾ ഗൈസ്, കാലാവസ്ഥ ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വെയിലുണ്ട്. ഇപ്പോൾ പ്രാവിനെ വായ്ക്കൂട്ടിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് പോലെയായി. ഇനി നമുക്ക് പറത്തിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് റെഡി ആയിക്കോളൂ. എന്താ വെച്ചാൽ 2 ആഴ്ചക്ക് ശേഷമാണ് പറത്തുന്നത്. എത്ര പറക്കുന്നൊന്നും പറയാൻ പറ്റൂല. ഹൈറ്റ് കയറുമോ അല്ലെ എവിടെ പോയി ഇരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റൂല. 2 ആഴ്ചയായി, അതാണ്. എന്തായാലും എത്ര മിനിറ്റ് വരെ പറക്കുന്നു നോക്കാം. ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാൻ നോക്കുമ്പോൾ കൈയടിച്ചിട്ട് പേടിപ്പിച്ചിട്ട് വീണ്ടും മോളോട്ടൊന്നും ആക്കുന്നില്ല. അവർക്ക് ഇറങ്ങാൻ തോന്നുകയാണെങ്കിൽ അവർ ഇറങ്ങിക്കോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ കുറേ ആയില്ലേ പറത്തിയിട്ട്, അപ്പോൾ ചിറകൊന്ന് ഉഷാറാവട്ടെ. ഇവർ പറക്കട്ടെ. ഇനി ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ്. ഇന്നത്തെ പറക്കും നോക്കാം. മാക്സിമം പറക്കാൻ സാധ്യത കുറവാണ്. 2 മണിക്കൂർ പറന്ന പ്രാവല്ലേ, അപ്പോൾ അതിൻ്റെ എനർജി ഉണ്ടാവും. മാക്സിമം ഒരു 1 മണിക്കൂർ തന്നെ പറക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് പ്രാവ് നല്ല ഹൈറ്റ് കയറി. വിചാരിച്ച പോലെ അല്ല, പ്രാവ് ഹൈറ്റ് കയറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് താന്ന് പറക്കുമെന്ന്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പ്രാവ് നിന്നില്ല. പ്രാവ് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് പറക്കുന്നത് രണ്ടെണ്ണം. അത് സെറ്റ് പിടിച്ച് പറഞ്ഞോളൂ. എന്താ വെച്ചാൽ 2 ആഴ്ചയായി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനിയും 2 ആഴ്ച ആയതിൻ്റെ കുറവെല്ലാം ഉണ്ട് പ്രാവിന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ചെറുതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞുണ്ട്. നേരത്തെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം പ്രാവ് പറക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് കൂട്ടം പിടിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഒന്നും കൂട്ടം പിടിച്ചില്ലാന്നു. അപ്പോൾ വേറെ വേറെ പോകുന്നുണ്ട്. കാറ്റുണ്ടാകുമ്പോൾ ഐറ്റങ്ങൾക്ക് കൂട്ടം തെറ്റിപ്പോവും. അപ്പോൾ എന്നാലും മാക്സിമം കൂട്ടം പിടിച്ചിട്ട് സെറ്റ് പിടിച്ച് പറക്കാൻ നോക്കുന്നുണ്ട് പ്രാവ്. അപ്പം വേറെ വേറെയാണ് രണ്ടും പോകുന്നത്. അത് റെഡി ആയിക്കോളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പ്രാവ് നല്ലോണം താന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നു. ഇറങ്ങിക്കോട്ടെ വിചാരിച്ച്, പക്ഷേ ഇറങ്ങിയില്ല. വീണ്ടും ഹൈറ്റ് കയറി വരുന്നുണ്ട്. കണ്ടാൽ മനസ്സിലാവും, ഹൈറ്റ് കയറുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ പ്രാവിനെ വിട്ടിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആവുന്നു. ഓക്കെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പ്രാവ് നല്ലോണം താവുന്നുണ്ട്. ഒരു സുഖമില്ലാത്ത പറവയാണ് ഇപ്പോൾ പറക്കുന്നത്. ഇറങ്ങാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. എന്നുവെച്ചാൽ കുറേ നേരമായി താന്ന് പറക്കുന്നത്. ഞാൻ വീണ്ടും ഹൈറ്റ് കയറും വിചാരിച്ച് നിൽക്കുമ്പോൾ ഐറ്റങ്ങൾ വീണ്ടും താന്നാണ് വരുന്നത്. അപ്പോൾ മാക്സിമം താന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര താന്ന് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ എത്ര മിനിറ്റായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 മിനിറ്റായിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഈറ്റിങ്ങൾ ഇനി ഇറങ്ങുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 19 മിനിറ്റ് പറഞ്ഞല്ലോ. വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ചിറകൊന്ന് റെഡി ആയിണ്ടാവും. പറഞ്ഞൊന്ന് റെഡി ആയിണ്ടാവും. ഇനിയിപ്പോൾ ഡെയിലി ഇനി വിടാൻ തുടങ്ങാം. അപ്പം വീഡിയോ എടുക്കുന്ന കുറവായിരിക്കും. എന്തായാലും ഞാൻ ഡെയിലി വിടും. ഡെയിലി വിടില്ലെങ്കിലും ഓരോ ദിവസം കൂടുമ്പോൾ വിടും എന്തായാലും. ഇന്ന് വിട്ടുണ്ടെങ്കിൽ നാളെ വിടൂല. അങ്ങനെ ഓരോ ദിവസവും വിടും. അപ്പം ഇവരെ ഇനി പറക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് പ്രാവ് നല്ലോണം താന്നുണ്ട്. ഇറങ്ങുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചവിട്ടണ്ട. തെങ്ങുമ്പല ഇനി ചവിട്ടിയാലാവില്ല. അപ്പോൾ നമ്മൾ വെള്ളപ്രാവിനെ കാണിച്ചിട്ട് ഇറക്കാൻ പോവാണ്. ഇനി കൂടുതൽ ഈറ്റിങ്ങളെ പറത്തിക്കുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളെപ്പോഴും വെട്ടിടുന്ന പ്രാവാണ് ഇത്. ഇതിൻ്റെ ചിറകില്ലായിരുന്നു, നമ്മൾ വലിച്ചൂരിയായിരുന്നു. ഇപ്പോൾ ഫുള്ളും ചിറക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാണിച്ചിട്ട് ഇറക്കാം.
അപ്പോൾ ഗൈസ് 2 പ്രാവ് ഇറങ്ങി തന്നിട്ടുണ്ട്. ഒരു പ്രാവ് കറക്റ്റ് സ്റ്റാൻഡമിൽ ഇറങ്ങി, മറ്റേ പ്രാവിൻ്റെ സ്ഥലത്ത് ഇറങ്ങിയില്ല, അത് മാറി ചവിട്ടിയിട്ടുണ്ട്. ടാങ്കിൻ്റെ മുകളിലാണ് ചവിട്ടിയത്. അപ്പം എന്താണെന്നറിയില്ല, സാധാരണ ഓടുമലാണ് ചവിട്ടൽ, ഇതിന്മേൽ പക്ഷേ ഈമേൽ ചവിട്ടിയില്ല. ഇനിയിപ്പോൾ ഇനി വിടലിൽ റെഡി ആവായിരിക്കും. ഒരു ചവിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഈമ പോയി ഇരുന്നത്. എന്തായാലും അവിടെ നിന്നോട്ടെ, തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ അവായിക്കോട്ടിലേക്ക് വന്നോളും. അപ്പം ഈ ആണ് കറക്റ്റ് സ്റ്റാൻഡമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പ്രാവ് പറന്നിട്ട് 24 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം അരമണിക്കൂറാവാൻ പോകുന്നുണ്ട്. ഒരു 6 മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇനി പ്രാവിന് തീറ്റ വെച്ച് കൊടുക്കാം. അപ്പം ടാങ്ക് മേലുള്ള പ്രാവ് തീറ്റ കണ്ടാൽ അവായിക്കോട്ട് മേലേക്ക് വന്നോളും. അപ്പം തീറ്റ ഒന്ന് അവായിക്കോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് അവായിക്കോടിൻ്റെ മുകളിലത്തെ ഡോറ് തുറന്നു കൊടുക്കാൻ മറന്നുപോയി. അപ്പം പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ മനസ്സിലായേ തുറന്നു കൊടുത്തില്ലാന്ന്. ഓക്കെ, നമ്മളാണ് തീറ്റ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മറ്റേ പ്രാവും കൂടി വന്നാൽ മതി, അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഓടുമിലേക്ക് പറന്നുണ്ട്. അപ്പം അവായിക്കോട്ടിൽ ഉള്ളവർ ഫുഡൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അത് വന്നില്ല. അപ്പം വരികയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അവായിക്കോട്ടുമേലേക്ക് വന്നിട്ടുണ്ട്. കുറേ നേരമായി. അപ്പം വരാത്തതുകൊണ്ട് നമ്മളെല്ലാ പ്രാവിനെയും അവായിക്കോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പ്രാവ് വന്നിട്ടുണ്ട്. പ്രാവിൻ്റെ മെമ്മറിയിൽ മറന്നുപോയി തോന്നുന്നു അവായിക്കോട്ടുമേലേക്കൊക്കെ വരുന്നത്. എന്തായാലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീറ്റ എന്നാനെ ആക്കി കൊടുക്കാം, തെളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ ഗൈസ് പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഫുഡ് കഴിച്ചോട്ടെ. അപ്പം ഇത്രേ ഉള്ളൂ, കുറച്ച് ലെങ്തായിപ്പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇനി അടുത്തൊരു പറപ്പിക്കൽ വീഡിയോയിൽ കാണുന്നവരെ ബൈ.